ഇനി ഏതാനും സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഏതാനും സീറ്റുകളുടെ കാര്യത്തിൽ മാത്രം ചില വ്യത്യാസം ഉണ്ടായേക്കാം. 157 ചിലപ്പോൾ ഒരു 150ലേക്ക് താണേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വന്നേക്കാം. അതിനുമപ്പുറം ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതേയില്ല. 239 സീറ്റുകളുടെ ലീഡ് അറിഞ്ഞു കഴിഞ്ഞു. അതിൽ പല മണ്ഡലങ്ങളിലും പല റൗണ്ട് ആയി കഴിഞ്ഞു. നിരവധി റൗണ്ടുകൾ ഉണ്ട് ബീഹാറിൽ എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ഒരുപാട് വോട്ടുകൾ എണ്ണി തീർക്കാനുണ്ട്. എങ്കിൽ പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണൽ വളരെ പെട്ടെന്ന് നടക്കുന്നുമുണ്ട്. 240 മണ്ഡലങ്ങളിലെ ലീഡ് നില അറിഞ്ഞു കഴിഞ്ഞു. 3 മണ്ഡലങ്ങളിലെ മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഇത്രയും വലിയ ലീഡ്. JDU ലീഡ് നേടിയിരിക്കുകയാണ് BJPയേക്കാൾ. 70 സീറ്റുകളായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 40. ഇപ്പോൾ ഏറ്റവും വലിയ നേട്ടം JDUവിന് തന്നെയാണ്. 43-ൽ നിന്നാണ് 70ലേക്ക് ഉയർന്നത് എന്നതുകൊണ്ട് തന്നെ BJP കഴിഞ്ഞ തവണ 74 സീറ്റുകൾ നേടിയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കഴിഞ്ഞ തവണത്തെ അത്രയും എത്തിയില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. പക്ഷേ 70 സീറ്റുകളിലേക്ക് എത്തുകയാണ് അവർ. 68 സീറ്റ് വരെ എത്തിക്കഴിഞ്ഞു BJP. JDU 70 സീറ്റുകൾ. എന്തായാലും JDUവിന്റെ വലിയൊരു മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. നിതീഷ് ഫാക്ടർ അത് വലിയ രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്നു. JDUവിന് അത് നേട്ടമാണ്. BJPയേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ അവർക്ക് അത് ബാർഗൈനിങ് 70 എന്ന നിലയിലേക്ക് എത്തുന്നു. BJPക്ക് 70 സീറ്റ്, JDUവിന് 70 സീറ്റ്. അങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. NDAയിൽ 161ലേക്ക് എത്തിയിരിക്കുന്നു. 160 മറികടക്കുന്നു. 240 മണ്ഡലങ്ങളിലെ വോട്ട് നില, ലീഡ് നില പുറത്തു വരുമ്പോൾ 161 എന്ന അജയ്യമായ സ്കോറിലേക്ക് ഇപ്പോൾ BJPയും NDA സഖ്യവും എത്തിയിരിക്കുന്നു. വളരെ കൃത്യമായ ഒരുപക്ഷെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് മണിക്കൂറുകൾക്കകം കടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേൽക്കൈ ഇതാ JDU ഇവിടെ ലഭിക്കുന്നു. NDA സഖ്യത്തിന് 50% മുകളിലാണ് കേട്ടോ. 50% മുകളിൽ വോട്ട് ഷെയർ NDAക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. BJPയും JDUവും LJPയും HAMSും ഒക്കെയുള്ള ആ സഖ്യത്തിന് ഇപ്പോൾ 50% മുകളിൽ വോട്ട് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 1%-ലും താഴെ വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഇത്രയും വലിയ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ 30%-നും താഴേക്ക് പോലും ഈ പറയുന്ന മഹാസഖ്യത്തിന്റെ വോട്ട് ഷെയർ പോയേക്കാം. ആ രീതിയിലാണ് കാര്യങ്ങൾ. അതാണ് കൗതുകകരം. 2020-ൽ ഏതാണ്ട് 15% മാത്രം വോട്ടുകൾ ലഭിച്ചിരുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ് 5 വർഷമായി അവിടെ ഭരണത്തിലിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ വോട്ട് നിലയാണ് ഇത്തവണ മെച്ചപ്പെടുത്തുന്നത്. നിതീഷ് കുമാർ നൽകിയ വാരിക്കോരിയുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നേരിട്ട് എത്തുന്നത് ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ വലിയ തോതിൽ ഗുണം ചെയ്തു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ബീഹാർ എന്ന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടങ്ങളിലായി രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ 64%-ലധികം പോളിംഗ്, രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയ 67%-ലധികം വരുന്ന പോളിംഗ്. സ്ത്രീകളുടെ നീണ്ട നിര ഓരോ പോളിംഗ് ബൂത്തിലും പ്രകടമായിരുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോയത്. ആ സ്ത്രീ വോട്ടർമാർ എല്ലാവരും നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നു. തേജസ്വി യാദവിന്റെ ആരോപണങ്ങൾ ബീഹാറിലെ വോട്ടർമാർ കാറ്റിൽ പറത്തിക്കളയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തലനരച്ച യൗവനത്തെയാണ് ഞങ്ങൾക്കിഷ്ടമെന്ന് ഒരിക്കൽ കൂടി ബീഹാറിലെ വോട്ടർമാർ പറയുകയാണ്. യുവാക്കൾ നയിക്കട്ടെ ബീഹാറിനെ എന്ന തേജസ്വി യാദവിന്റെ വാഗ്ദാനങ്ങളെ, വലിയ വാഗ്ദാനങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നിതീഷ് കുമാറിനെ ഒരിക്കൽ കൂടി ബീഹാർ തെരഞ്ഞെടുത്തയക്കുന്നത് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. പ്രായാധിക്യമെന്ന വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇത്തവണ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോഴും ഇഞ്ചോടിഞ്ച് തന്നെ ചെറുപ്പക്കാരനായ തേജസ്വി യാദവിനൊപ്പം ഞാനുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 84 തെരഞ്ഞെടുപ്പ് റാലികളിൽ നിതീഷ് കുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു പോരാട്ട വീര്യം ഈ തെരഞ്ഞെടുപ്പിലും നിതീഷിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അത് വിജയിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഇതാ 165ലേക്ക് കൂറ്റൻ സ്കോറിലേക്ക് NDA കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു എക്സിറ്റ് പോളും ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു മുന്നേറ്റം പ്രവചിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഹയർ ഡിജിറ്റിൽ ചിലപ്പോൾ ഇത്രയും സീറ്റുകൾ ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു ചില എക്സിറ്റ് പോളുകളിലൊക്കെ. ഇപ്പോൾ 165, 170 എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊരു അസാധ്യമെന്ന രീതിയിൽ, അതായത് പരമാവധി വിജയം കൈവരിക്കുകയാണെങ്കിൽ ആ സ്കോറിലേക്ക് പോകാം എന്നായിരുന്നു. പക്ഷേ അതിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. 166 എന്നുള്ള ഫിഗറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഏകദേശം 70%-ഓളം സീറ്റുകളിലെ മുന്നേറ്റത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂറ്റൻ വിജയം
NDA നേടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട് എങ്കിൽ പോലും പല മണ്ഡലങ്ങളിലും വലിയ വ്യത്യാസമേ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് ലീഡ് നില പോവുകയാണ്. ലീഡ് നിലയിൽ ഒരു താഴ്ച ഉണ്ടാകുന്നില്ല എന്നതാണ്. മിനിറ്റുകൾ ഇതേ രീതിയിൽ തന്നെ ട്രെൻഡുകൾ പോവുകയാണ്. 241. ഇനി 2 സീറ്റുകളുടെ ലീഡ് മാത്രം വരാൻ ബാക്കിയുള്ളപ്പോഴാണ് 50%-അധികം വോട്ട് ഷെയർ വാങ്ങിക്കൊണ്ട് NDAയിലെ സഖ്യകക്ഷികൾ മുന്നേറുന്നത്. BJPയും JDUവും ഒപ്പത്തിനൊപ്പം തന്നെ ഒരേ രീതിയിൽ മുന്നേറുന്നു. LJP തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതെ 28 സീറ്റുകളിൽ മത്സരിച്ച LJP, രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇപ്പോൾ 14 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. അതായത് 50%-ൽ കൂടുതൽ സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുകയാണ്. അവർക്ക് മിക്കവാറും ഒരു 15 സീറ്റുകളെങ്കിലും കിട്ടാമെന്നുള്ളതാണ്. അവരുടെ പ്രതീക്ഷയും അത് തന്നെയായിരുന്നു. അത്രയും സീറ്റുകളിലെങ്കിലും ജയിക്കാം എന്നുള്ളതായിരുന്നു. അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾ എല്ലാം RJD പോലും തകർന്നടിഞ്ഞപ്പോൾ NDAയിൽ എല്ലാ പാർട്ടികളും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകളിൽ പോലും ഇത്തവണ ജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. രാകേഷ്, ഏറ്റവും ഒടുവിൽ മാജിക് ബോൾ എന്താണ് പറയുന്നത്? 165ലേക്ക് ഉയരുമ്പോൾ എനിക്ക് തോന്നുന്നു 45 സീറ്റുകളുടെ വ്യത്യാസം ഗെയിൻ ഉണ്ടല്ലേ അതിൽ? കഴിഞ്ഞ തവണ തോറ്റ സീറ്റുകളാണ്, NDA തോറ്റ സീറ്റുകളിലാണ് ഈ 45 സീറ്റുകൾ അല്ലേ? അതെ മഞ്ജുഷ്, ഇതാണ് ബീഹാറിന്റെ ഇപ്പോഴത്തെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും, ഒരു മണ്ഡലം ഒഴിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് നില വ്യക്തമായി വരുമ്പോൾ വ്യക്തമായ ആധിപത്യം NDA സഖ്യത്തിനുണ്ട്. ഈ പച്ച നിറത്തിൽ കാണുന്നതാണ് JDU മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകൾ, കാവി നിറത്തിൽ കാണുന്നത് BJP മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകൾ. മറ്റ് RJDയുടെ ആണ് ഈ നിറം, നീല നിറം. അത് കോൺഗ്രസിന്റെ പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും NDAക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമായ ആധിപത്യമുണ്ട്. 167 എന്ന് പറയുമ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏതാണ്ട് 2 മണിക്കൂറിനോട് അടുക്കുമ്പോൾ, വോട്ടെണ്ണൽ ആരംഭിച്ച് 2 മണിക്കൂറിനോട് അടുക്കുമ്പോൾ NDA ലീഡ് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 47 സീറ്റുകൾ അധികമായി ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് NDA. ഇന്ത്യ സഖ്യം 70 സീറ്റ് എന്ന കണക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അവർക്ക് 44 സീറ്റുകളുടെ കുറവുണ്ട്. മറ്റുള്ളവർ 3 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. ജൻസുരാജ് പാർട്ടി 2 സീറ്റുകളും ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആകെയുള്ള കണക്ക്. NDAയിൽ തന്നെ കണക്കുകൾ തിരിക്കുകയാണെങ്കിൽ NDAയിൽ JDU തന്നെയാണ് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് 75 എന്ന് പറയുമ്പോൾ JDU കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 32 എന്ന കണക്കിലേക്ക് എത്തുകയാണ്. തീർച്ചയായും BJP ഏറ്റവും ഒടുവിലാണ് നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറയാൻ തയ്യാറായത്. അത്തരമൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ചില അസംതൃപ്തിയൊക്കെ തന്നെ JDUവിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിതീഷ് കുമാറിന്റെ ഇമേജ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA നയിച്ചത്. NDAക്ക് അത്തരത്തിലൊരു പാൻ ബീഹാർ ഇമേജുള്ള മറ്റൊരു നേതാവ് ബീഹാറിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും നിതീഷിന്റെ ചിറകിലേറി JDU 75 സീറ്റ് എന്ന നിലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് നിലവിലെ കണക്കുകൾ അനുസരിച്ച് JDU ആണ് മുന്നിട്ട് നിൽക്കുന്നത്. BJP 72, കഴിഞ്ഞ തവണത്തെ അടുത്ത് നിൽക്കുന്ന പ്രകടനത്തിലേക്ക് BJP എത്തുന്നു. കഴിഞ്ഞ തവണ 74 ആയിരുന്നു BJPയുടെ അംഗബലമെങ്കിൽ 72ലേക്ക് BJP എത്തുകയാണ്. LJP 14 സീറ്റുകളിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി തന്റെ നേതാവാണെന്ന് അടിക്കടി പറയുന്ന ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇത്തവണയാണ് മുന്നണിയിൽ വന്ന്. കഴിഞ്ഞ തവണ അദ്ദേഹം മുന്നണിക്ക് പുറത്തുപോയി ഒറ്റയ്ക്ക് മത്സരിച്ച് JDUവിനെ തോൽപ്പിച്ചു. ഇത്തവണ അദ്ദേഹം വിലപേശി 29 സീറ്റുകൾ കൊടുക്കാൻ പല കാരണങ്ങൾ കൊണ്ട് BJP തയ്യാറായി. പക്ഷേ അത് നീതീകരിക്കാൻ തരത്തിലുള്ള പ്രകടനം LJPയുടെ മുഴുവൻ സീറ്റുകളിലും ആയിട്ടുണ്ടല്ലേ? മുഴുവൻ സീറ്റുകളിലെയും ഇപ്പോൾ ലീഡ് നില വന്നു കഴിഞ്ഞു. 167 അല്ലേ? അങ്ങനെയല്ലേ? 242 കണക്കുകളാണ് ഇപ്പോൾ വന്നത്.